എപ്സ്റ്റീൻ ഫയലിൽ ഇരകൾക്ക് നീതി നൽകാൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഇരകളെ തേടി പല രാജ്യങ്ങളെയും സമീപിക്കുകയാണ്. ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് വിവിധ രാജ്യങ്ങളിൽ ഇരകളായ ആളുകളെ തേടി അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ത്യയിലേക്കും അവരുടെ അന്വേഷണം വ്യാപിച്ചിരിക്കുന്നു. ലോക രാജ്യങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഇരകളെ തേടി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ലോകരാജ്യങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ഇന്ത്യയിലും അവർ അന്വേഷണം നടത്തുകയാണ്. എപ്സ്റ്റീൻ്റെ ലൈംഗികാതിക്രമ കേസുകളിലെ ഇരകളിൽ ഒരാൾ ഇന്ത്യയിലുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയിലെ ഇരയെ തേടി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിക്ടിം ഏത് സംസ്ഥാനത്താണ് എന്ന് വ്യക്തമായിട്ടില്ല. മലയാളി ബന്ധമുണ്ടെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആ അന്വേഷണം പുരോഗമിക്കുകയാണ്. എപ്സ്റ്റീൻ്റെ ലൈംഗികാതിക്രമ കേസുകളിലെ വിക്ടിംസിന് ന്യൂയോർക്ക് ക്രൈം വിക്ടിംസ് കോമ്പൻസേഷൻ വഴി നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇരകളെ അതാത് രാജ്യങ്ങളിൽ പോയി കണ്ടെത്തുക എന്നതാണ് അവരുടെ രീതി. നീതി വ്യവസ്ഥ നിലനിൽക്കുന്ന തങ്ങളുടെ രാജ്യത്ത് ഇത്രയും വലിയ അതിക്രമം നടന്നപ്പോൾ പെൺകുട്ടികൾ അന്യാധീനമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അത് തടയാൻ അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ആ ഇരകളെ കണ്ടെത്തി അവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക പോലെയുള്ള ഒരു സ്ഥലത്ത് മഹാകുറ്റകൃത്യം നിർബാധം നടന്നതിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു പരിഹാര പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് കോമ്പൻസേഷൻ നൽകുന്നത്. 2008 അദ്ദേഹത്തിനെതിരെ ഉയർന്ന പരാതികളും കേസുകളും തേഞ്ഞുമാഞ്ഞ് ഇല്ലാതാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അമേരിക്കൻ ഡെമോക്രസിക്കും അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥക്കും അപമാനവും കളങ്കവും ചാർത്തിയ ഒരു എപ്പിസോഡാണ് എപ്സ്റ്റീൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.